പത്തനംതിട്ട അടൂർ ബൈപ്പാസിൽ കാർ ലോറിയിലേക്ക് പാഞ്ഞു കയറി അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ലോറി ഡ്രൈവർക്ക് കാര്യമായ പരിക്കില്ല. അപകട സ്ഥലത്ത് നിന്ന് CK അഭില തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അടൂർ ബൈപ്പാസിൽ ഫാത്തിമ സൂപ്പർ മാർക്കറ്റിന് മുൻപിൽ പുലർച്ചെ 3:45 കൂടിയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ KRS എന്ന പാഴ്സൽ സർവീസിൻ്റെതാണ് ലോറി. എതിർദിശയിൽ തിരുവനന്തപുരത്ത് നിന്നും പന്തളത്തേക്ക് വന്ന കാർ ആണ് ലോറിയിലേക്ക് വന്നിടിച്ചത്. കാർ അമിത വേഗതയിലായിരുന്നു. ഒപ്പം തന്നെ എതിർദിശയിലേക്ക് പാഞ്ഞു കയറിയാണ് ലോറിയിലേക്ക് ഇടിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാറിൽ 4 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. സബിൻ, സൂരജ്, വിഷ്ണു, ആദർശ് ഈ 4 പേർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ സബിൻ ഒഴികെ ബാക്കി 3 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാറിൻ്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭ്യമായിട്ടുള്ള വിവരം. ഇടിയുടെ ആഘാതത്തിൽ ലോറി റോഡിലേക്ക് കുറുക മറിയുകയാണ് ഉണ്ടായത്. അപകടത്തിൽ കാർ പരിപൂർണമായി തകർന്നു. വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ എത്തി ആണ് കാറിനുള്ളിലുണ്ടായിരുന്ന 4 പേരെയും പുറത്തെത്തിക്കുകയും പിന്നീട് അടൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ബൈപ്പാസിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ സമീപകാലത്തുണ്ടായ ഒരു വലിയ അപകടമാണ്. പരിക്കേറ്റ 3 പേർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതിൽ സബിൻ ജനറൽ ആശുപത്രി ചികിത്സയിലുള്ള ആളിനോടൊപ്പമുള്ള ആളുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ബൈപ്പാസിൽ സാധാരണ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അല്പം കടുത്ത അപകടമാണ്. ബൈപ്പാസിൽ സ്ഥിരം അപകടമുള്ള ഏരിയയാണ്. കാരണം ഇവിടെ ഒരു സമയം കഴിഞ്ഞ് വണ്ടി ഭയങ്കര ഓവർ സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ ഇത് 3:30 മണി സമയം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പൊതുവെ വിജനമായിരിക്കുമല്ലോ. അപ്പോൾ ഭയങ്കര സ്പീഡിലായിരിക്കും വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ സ്ഥിരം അപകടമുണ്ട്. ബൈപ്പാസിൽ സ്ഥിരം ഒരു അപകട മേഖലയാണ് ബൈപ്പാസ്. പിന്നെ ഇവിടെ ഒരു വളവുണ്ട്. ആ വളവിൽ തിരിഞ്ഞ് വരുന്ന അവിടെയും ഒരു അപകട മേഖലയാണ്. എന്തായാലും ലോറി റോഡിന് കുറുക മറിഞ്ഞതിനെ തുടർന്ന് ഉണ്ടായ ഗതാഗത തടസ്സം ഫയർഫോഴ്സ് വാഹനം സ്ഥലത്തു നിന്നും നീക്കി ഏറെക്കുറെ 4:45 കൂടിയാണ് പുനഃസ്ഥാപിച്ചത്. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.